എത്രയോ ഗുരുതരമായ തെളിവുകൾ കണ്ടെത്തി. CPM തന്നെ ഈ കരുവന്നൂർ ബാങ്കിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാതെ 5 അക്കൗണ്ട് ഉണ്ടെന്ന് കണ്ടെത്തി. ഇല്ലേ? മെമ്പർഷിപ്പ് പോലും ഇല്ലാതെ. CPM മെമ്പർഷിപ്പ് ഇല്ല, പക്ഷേ CPM 5 അക്കൗണ്ട് കരുവന്നൂർ ബാങ്കിലുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ ഡിക്ലെയർ ചെയ്യാത്ത കോപ്പറേറ്റീവ് ബാങ്കുകളിൽ 25 അക്കൗണ്ടുകൾ CPM എന്നിട്ട് അതൊന്നും ഒരു അന്വേഷണം ഇല്ലല്ലോ. ഒരു അന്വേഷണം ഇല്ല അതിനെക്കുറിച്ച്. ഏത് അന്വേഷണമാണ്? മാസപ്പടിയിൽ അന്വേഷണമുണ്ടോ? ഒരു നോട്ടീസ് കൊടുത്തോ? ഒന്നുമില്ല. കേരളത്തിലൊന്നുമില്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വല്ല കണ്ടുകൊണ്ടാവുമെന്ന് എനിക്കറിയില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ സൗഹൃദത്തിലല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല പെർഫോമൻസും പ്രത്യേകമായി നടത്തിയാൽ മാത്രമേ ഉള്ളൂ. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന് മറന്നുപോകുന്നു. ഇന്ന് 16 മിനിറ്റ് സംസാരിച്ച് 3 ചോദ്യത്തിനുള്ള അനുവാദം കിട്ടി. കേരളത്തെ ബാധിക്കുന്ന ഏത് പ്രശ്നമാണ് പറഞ്ഞത്? ഇന്നല്ലേ വടശ്ശേരിക്കരയ്ക്കടുത്ത് പത്തനംതിട്ടയിലെ ആന ചവിട്ടിക്കൊന്നത് ഒരാളെ. അവിടെയാണ്, ആ പ്രദേശത്താണ് 2 പേര് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ മരിച്ചത്. അവിടെയാണ് 30 പുലി ഇറങ്ങി 30 വീടുകളിൽ നിന്ന് വീട്ടുമുഖങ്ങളെ പിടിച്ചുകൊണ്ടുപോയത്. ഭീതിയിലൊരു ജനത കഴിയുമ്പോൾ ആശ്വസിപ്പിക്കാനൊരു വാക്കുപോലും മുഖ്യമന്ത്രിക്കില്ലേ? കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ മുഴുവൻ കടലാക്രമണത്തിൻ്റെ ഭീതിയിൽ നിൽക്കുകയാണ്. കാറ്റെടുത്തും കടലെടുത്തും ജീവിതങ്ങൾ പോവുകയാണ്. അതിനെക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിക്ക് ഒന്നുമില്ല. കേരളത്തിൻ്റെ ധനപ്രതിസന്ധി എന്താണ്? രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് അടുത്ത വർഷം കടക്കാൻ പോവുകയാണ്. രൂക്ഷമായ ഈ സാമ്പത്തിക വർഷം ഇന്ന് 1-ാം തീയതിയാണ്. രൂക്ഷമായ അടുത്ത വർഷം എടുക്കേണ്ട കടമാണ് ഈ കഴിഞ്ഞ വർഷം എടുത്തത് പിടിച്ചു നിൽക്കുന്നത്. അടുത്ത വർഷം അപ്പോൾ കടമെടുക്കാൻ പോലും പറ്റില്ല. 6600 കോടി എടുക്കാൻ പറ്റുള്ളൂ. അഡ്വാൻസ് എടുത്തിരിക്കുകയാണ്. അടുത്ത വർഷത്തെ എടുക്കേണ്ട കടം സുപ്രീം കോടതിയിൽ വെച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി അനുമതിയോടുകൂടി നേരത്തെ എടുത്തിരിക്കുകയാണ്. വലിയ അപകടത്തിലേക്ക് പോവുകയാണ്. മാവേലി സ്റ്റോറിൽ സാധനമില്ല, സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല. ഗുരുതരമായ സ്ഥിതിവിശേഷത്തിൽ കൂടി കേരളം കടന്നു പോകുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ഇതൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, മിസ്റ്റർ പിണറായി വിജയൻ, അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അങ്ങ് കേരളത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തു ഭരണമാണ് നടക്കുന്നത്? എവിടെയാണ് അങ്ങ് ഇടപെടുന്നത്? എല്ലാ വകുപ്പുകളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഒരു സാമ്പത്തിക വർഷം പൂർത്തിയാക്കിയതിൻ്റെ പിറ്റേ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പദ്ധതി ചെലവ് എത്രയാണ് എന്ന് പറയാൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക്? 65% പദ്ധതി ചെലവ്. അതും ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കുറവ് പദ്ധതി ചെലവുണ്ടായ വർഷമാണ് ഈ കഴിഞ്ഞു പോയത്. 50% പോലും പദ്ധതി ചെലവില്ല. കണക്കിൽ പോലും 65% ഉള്ളൂ. അപ്പോൾ 35% പദ്ധതി വിഹിതം പ്ലാൻ ഫണ്ട് ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. എന്തൊരു പരാജയമാണ് നിങ്ങൾ! എന്തൊരു പരാജയമാണ്! ലോക്കൽ ബോഡികളിൽ 1-ാം ഗഡുവാണ് മര്യാദയ്ക്ക് കൊടുത്തത്. 2-ാം ഗഡു ഓഗസ്റ്റിൽ കൊടുക്കേണ്ടത് ഡിസംബറിലാണ് കൊടുത്തത്. കൊടുത്ത ഉടനെ തന്നെ ട്രഷറി ബാനും വന്നു. 1 ലക്ഷം രൂപയ്ക്ക് മീതെ ചെക്ക് മാറാൻ പറ്റില്ല. 3-ാമത്തെ ഗഡു കൊടുത്തത് ഈ പണം ചെലവഴിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതിന് ശേഷം, ബില്ല് കൊടുക്കാനുള്ള സമയപരിധി കഴിഞ്ഞതിന് ശേഷം. അക്ഷരാർത്ഥത്തിൽ 1/3 പ്രവർത്തനം പോലും ലോക്കൽ ബോഡിയിൽ ഈ വർഷം നടന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ ഒരു സാമ്പത്തിക വർഷം കടന്നുപോയിരിക്കുകയാണ്. 35% കണക്കിലും 50% കണക്കിലല്ലാതെയും പ്ലാൻ ഫണ്ട് പദ്ധതി ചെലവാക്കാൻ പറ്റിയില്ല. പിന്നെ എന്തിനാണ് ഒരു ഗവൺമെൻറ് ഫങ്ഷൻ ചെയ്യുന്നത്? ഇതാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഭരിക്കാൻ മറന്നുപോയി. എൻ്റെ എല്ലാ ദിവസവും പൗരത്വ നിയമം ഒന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാ ദിവസവും. അതിലെ കേസ് പിൻവലിച്ചിട്ടില്ല ഇതുവരെ. അതിലെ കേസ് 800 ജില്ലയിൽ കേസാണ്. ഏതാണ്? റിയാസ് മൗലവിയുടെ മരണത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? പോലീസ് നന്നായിട്ട് അന്വേഷിച്ചെന്ന്, ഒരു കുഴപ്പമുണ്ടായില്ലെന്ന്. ജഡ്ജ്മെൻറ്റ് കണ്ടില്ലേ? നിലവാരം കുറഞ്ഞതും ഏകപക്ഷീയവുമായ അന്വേഷണമാണ് പോലീസ് നടത്തിയതെന്നാണ് ജഡ്ജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ അഡ്വക്കേറ്റ് ഷുക്കൂറിൻ്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. എന്തായിരുന്നു? ഇവർക്കെതിരായി UAPA നിയമം ചുമത്തണമെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, UAPA നിയമത്തിന് എതിരാണ് ഞങ്ങൾ, അതുകൊണ്ട് അത് നടപ്പാക്കാൻ താല്പര്യമില്ലെന്ന്. ഒരു പുസ്തകം വായിച്ചതിൻ്റെ പേരിൽ കോഴിക്കോട് അലനും ദാഹി എന്നുള്ള 2 കുട്ടികളെ പിടിച്ച് UAPയുടെ പേരിൽ ജയിലിലിട്ട മുഖ്യമന്ത്രിയാണ്. RSSകാരെതിരായിട്ട് UAPA ഉപയോഗിക്കില്ല. 2 കുഞ്ഞുങ്ങളെ CPM അനുഭാവികളായ
കുടുംബത്തിലെ 2 കുട്ടികളെ ചെറുപ്പക്കാരെ എന്തിനാ പുസ്തകം വായിച്ചതിൻ്റെ പേരിൽ പിടിച്ച് UAPA പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട മുഖ്യമന്ത്രി ഇതുപോലത്തെ ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയ RSSകാർക്കെതിരെ UAPA ചുമത്തില്ല എന്ന് പറഞ്ഞു. ഇവരുടെ കാപഢ്യം ഇവർ തമ്മിൽ ധാരണയിലാണ്. ആ ധാരണ പ്രകാരമാണ് ഈ കേസിലെ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത്. പ്രോസിക്യൂഷനും പോലീസും ഒത്തുകളിച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ താല്പര്യപ്രകാരം. RSSും CPMും തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ശ്രീ എമ്മിൻ്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയുടെ പരിണതഫലമാണ് ഈ പരസ്പര സഹായിക്കൽ. ആ സഹായിക്കലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ധാരണയിലേക്കാണ് അവർ പോകുന്നത്. അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. ജനങ്ങൾ ഇത് മതേതര കേരളമാണ്. മതേതര നിലപാടെടുത്ത് വൻ വിജയം UDFന് നൽകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല.